മെർലിൻ സ്റ്റോറീസിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഒരു അടിപൊളി ഫാമിലി കഥയായാലോ ഇന്ന്? മാമനും മാമന്റെ അനന്തിരവളും. ഇവിടെ അച്ചുമാമനാണ് കേട്ടോ കഥാനായകൻ. ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവര് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. എന്തായാലും നമ്മുടെ കഥയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവും. ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അച്ചുമാമന്റെ ഒപ്പം പെങ്ങളുടെ മോളായ ശ്രീകുട്ടിയുമുണ്ട്. നേരെ നമുക്ക് കഥ തുടങ്ങിയാലോ. മോളെ, എഴുന്നേൽക്ക്. നിന്റെ ട്രെയിൻ എത്ര മണിക്കാന്ന് ഓർമ്മയുണ്ടോ? ശ്രീകുട്ടി മടിയോടെ കണ്ണു തുറന്ന് എഴുന്നേറ്റു. ഈ അമ്മയുടെ കാര്യം, ഞാൻ അതുകൊണ്ടാ വീട്ടിൽ വരാത്തെ. മര്യാദയ്ക്ക് ഉറങ്ങാനും സമ്മതിക്കില്ല. ശ്രീകുട്ടി സങ്കടത്തോടെ പറഞ്ഞു. അയ്യടി, ഉറങ്ങാൻ പറ്റിയ ദിവസം നിനക്ക് തിരിച്ചു പോണെന്ന് പറഞ്ഞിട്ടല്ലേ ഇന്നത്തെ ദിവസത്തെ ടിക്കറ്റ് എടുത്തിരിക്കുന്നേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം മതിയായിരുന്നല്ലോ. ഒരു ദിവസം കൂടി ലീവ് എടുക്കാൻ അമ്മ പറഞ്ഞതല്ലേ. അമ്മയ്ക്ക് സങ്കടായി. വസുന്ധര എന്നാണ് ശ്രീകുട്ടിയുടെ അമ്മയുടെ പേര്. അവളുടെ പേര് ശ്രീലക്ഷ്മി എന്നാണ് കേട്ടോ. പേര് പോലെ തന്നെ കാണാൻ മൊത്തത്തിലൊരു ലക്ഷ്മി. നല്ല സുന്ദരി, നീണ്ട മുടിയുണ്ട്. പിന്നെ ചുരിദാറും ഷോളുമാണ് സ്ഥിരം വേഷം. വെളുത്ത് നല്ല തുടുത്തിരിക്കുന്നു, ഒരു തക്കാളി പോലെ. ആവശ്യത്തിന് കൊഴുപ്പും മുഴുപ്പുമൊക്കെയുള്ള ശ്രീലക്ഷ്മിക്ക് ഇപ്പോൾ വയസ്സ് 21. അമ്മയെപ്പോലെ തന്നെ ഒരു സുന്ദരി. സുന്ദരി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ആദ്യ സുന്ദരി എന്ന് വേണം പറയാൻ. ശ്രീലക്ഷ്മി ഇപ്പോൾ ബാംഗ്ലൂരാ പഠിക്കുന്നത്. നാട്ടിലെ കോഴ്സൊക്കെ കഴിഞ്ഞ് അവൾ പഠിച്ചതിന്റെ PG കോഴ്സ് ബാംഗ്ലൂർ മാത്രമേ ഉള്ളൂ. അവിടെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും അത്യാവശ്യം മാർക്കുള്ളത് കൊണ്ട് അവൾ അഡ്മിഷൻ മേടിച്ചെടുത്തു. നല്ല മിടുക്കിയാന്നേ. അതിനിടയില് ഒരുപാട് കാലമായിട്ടുള്ള അവളുടെ ആഗ്രഹമായിരുന്നു പുറത്തൊക്കെ പോയിന്ന് അടിച്ചു പൊളിക്കണം എന്നുള്ളത്. ആ ആഗ്രഹവും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. ആദ്യം ആഴ്ചയ്ക്ക് വീട്ടിലേക്ക് വരാൻ നോക്കുമെങ്കില് ഇപ്പോ മാസത്തിലൊന്നായി അത് ചുരുങ്ങി. വേറൊരു കാര്യം, ശ്രീലക്ഷ്മിയും അമ്മയും മാത്രമാണ് കേട്ടോ വീട്ടിലുള്ളത്. ഇടയ്ക്ക് അവർ രണ്ടാളും കൂടെ അമ്മയുടെ വീട്ടിൽ പോയി നിൽക്കും. അമ്മയുടെ തറവാട്ടിൽ. അവിടെ അവർക്കുള്ളത് മുത്തശ്ശനും മുത്തശ്ശിയുമാണ്. പിന്നെ അമ്മയുടെ ആങ്ങളയുണ്ട്, അവളുടെ സ്വന്തം അച്ചുമാമ. അച്ചുമാമ എന്ന് വെച്ചാൽ ശ്രീകുട്ടിക്ക് ജീവനാ. അമ്മ കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ലോകത്തിൽ ഏറ്റവും ഇഷ്ടം അച്ചുമാമയാന്ന് പറയും. അവൾക്ക് ഓർമ്മ വെച്ച കാലം തുടങ്ങി മരിച്ചുപോയ ആളാണ് അവളുടെ അച്ഛൻ. അച്ഛനെ പറ്റി ഒരു ചിന്തയുമില്ല. അമ്മയും മോളും തമ്മില് എന്തായാലും നല്ല അടുപ്പമാ. പ്രണയവിവാഹമായിരുന്നു അച്ഛനും അമ്മയും. അതുകൊണ്ടെന്താ, അമ്മയെ ഇഷ്ടമില്ലാതിരുന്നുകൊണ്ട് അച്ഛന്റെ തറവാട്ടുകാർക്ക് ഇപ്പോഴും അവരോട് സ്നേഹവുമില്ല. അവരെ കാണാനോ വീട്ടിലേക്ക് കയറ്റാനോ ശ്രമിക്കാറുമില്ല. എവിടെയെങ്കിലും പോയി തൊലയട്ടെ എന്നൊക്കെയാണ് അച്ഛന്റെ ഫാമിലിയുടെ ആറ്റിറ്റ്യൂഡ്. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, ഇനി ഈ വീട്ടിലേക്ക് പഠിച്ചവിട്ടില്ല എന്ന് പറഞ്ഞ് ശ്രീകുട്ടിയെയും കൊണ്ട് ഒരിക്കൽ അവിടെ പോയിട്ട് തിരിച്ചിറങ്ങിയ ആളാണ് അവളുടെ അമ്മ. ഇത്രയും കാലം എന്തൊക്കെ പറഞ്ഞാലും മാമയുടെ സപ്പോർട്ടുള്ളത് കൊണ്ട് അവരൊരു അല്ലലുമില്ലാതെ കഴിഞ്ഞു പോകുന്നുണ്ടേ. അതിനിടയില് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രയ്ക്കും കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ അച്ചുമാമയാണ് കൂടെയുള്ളത്. അച്ചുമാമ ശരിക്കും അമ്മയുടെ ജ്യേഷ്ഠനാണ്. അയാൾക്കിപ്പോ കുറഞ്ഞത് ഒരു 48 വയസ്സെങ്കിലും കാണും. അയാൾക്കുള്ളതൊരു മോനാ. മോനിപ്പോ പഠിക്കുന്നത് MBBS. അരവിന്ദ് എന്നാണ് പേര്. ആള് പഠനമൊക്കെ നടത്തുന്നത് അങ്ങ് വിദേശത്താണ്. മോൻ പഠിച്ചു കഴിയുമ്പോഴത്തേക്കും അടിപൊളിയായിട്ട് കല്യാണമൊക്കെ നടത്തണമെന്നും അതിനുശേഷം ശ്രീകുട്ടിയുടെ കല്യാണം നടത്തണം. എൻ്റെ 2 മക്കളുടെയും ജീവിതം നല്ല രീതിയിലായി കാണണം, അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇടയ്ക്കിടയ്ക്ക് അച്ചുമാമ പറയും. അരവിന്ദിനും അവളോട് ഭയങ്കര ഇഷ്ട. ശ്രീകുട്ടിയെ പറ്റി ചോദിക്കാനേ അവന് നേരമുള്ളൂ. രണ്ടുപേരും 4-5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. ചെറുപ്പത്തിലെ ഒന്നിച്ച് കളിച്ചു വളർന്നവർ. ഇപ്പോൾ ഒരുപാട് കാലമായി രണ്ടാളും തമ്മിൽ കണ്ടിട്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. കുറച്ചു മുന്നേ ഇന്ന് കേട്ടത് ശ്രീകുട്ടി ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നിട്ട് തിരിച്ചു പോവാനുള്ള മേളാണ്. അച്ചുമാമ അപ്പുറത്തുണ്ട്. ഞാൻ മാമയെ വിളിക്കും കേട്ടോ. മര്യാദക്ക് എഴുന്നേറ്റോ പെണ്ണെ. അത് കേട്ടപടി അവൾ ചാടി എഴുന്നേറ്റു. ഈ അമ്മയ്ക്ക് എപ്പോഴും ഭീഷണിയേ ഉള്ളൂ. മാമയോട് പറയുന്നു. ഞാൻ ദാ എഴുന്നേറ്റു. ദേ, മണി 7 നിനക്ക് 9:30 ആകുമ്പോഴേക്കും ട്രെയിൻ വരും കേട്ടോ. സ്റ്റേഷനിൽ 9 മണിക്കെങ്കിലും ചെന്ന് നിൽക്കണം. ഒന്ന് റെഡിയാവും മോളെ. എന്നെ പറഞ്ഞുവിടാൻ അമ്മയ്ക്ക് തിടുക്കായല്ലേ. അവളുടെ മുഖം മാറി. അപ്പോഴേക്കും വസുന്ധരയുടെ കണ്ണ് നിറഞ്ഞിരുന്നു. നീ മാത്രല്ലേ ഉള്ളൂ എനിക്ക്.
നിന്നെ പറഞ്ഞുവിടാൻ എനിക്ക് തിടുക്കമുണ്ടാവുമോ? ഒരിക്കലും ഇല്ല മോളെ. മോൾക്ക് അമ്മയുടെ കൂടെ ഇവിടെ നിന്നൂടെ? കോഴ്സ് ഏതാണ്ട് കഴിയാനായില്ലേ? നമുക്ക് ഇവിടെ ജോലി നോക്കാം. അവളപ്പോഴേക്കും ആകെയൊന്ന് തപ്പി. അയ്യോ അതല്ലമ്മേ, അവിടെയാണ് ഇതിന് കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഒക്കെ ഉള്ളത്, അതുകൊണ്ടല്ലേ. അല്ലാതെ എനിക്ക് നാട്ടിൽ നിൽക്കാൻ മടിയൊന്നും ഉണ്ടായിട്ടല്ല. എന്തൊക്കെയോ പറഞ്ഞ് അവളൊന്ന് ഒപ്പിച്ചു. എങ്കിൽ ശരി, നിന്റെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ. നിന്റെ മാമയുള്ളത് കൊണ്ട് മാത്രം ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്നില്ല. അപ്പോഴേക്കും അമ്മായി വന്ന് ഡോറിൽ തട്ടിയിരുന്നു. അമ്മയും മോളിലും വിശേഷം പറഞ്ഞ് ഇനിയും തീർന്നില്ലേ? ഇന്നത്തേക്ക് മോക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. വായോ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ടേ? അപ്പോഴേക്കും ദേ മാമി വിളിക്കുന്നു. ഞാനൊന്ന് കുളിച്ചു വരാം, അമ്മ അങ്ങോട്ടേക്ക് ചെല്ല്. ഇതും പറഞ്ഞ് ശ്രീക്കുട്ടി ബാത്റൂമിലേക്ക് കയറി. ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴേക്കും അമ്മയുടെ ഒപ്പം മാമയുടെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. പോകണോ മോളെ? ഒരു ദിവസം കൂടി ലീവ് കിട്ടില്ലേ? പോട്ടെ മാമ, അങ്ങനെയൊന്നും പറയല്ലേ. അയ്യേ, എൻ്റെ അമ്മയെപ്പോലെ തുടങ്ങല്ലേ. അച്ചുമാമയല്ലേ എൻ്റെ ധൈര്യം. ഞാൻ പോവാട്ടോ. എല്ലാവർക്കും ഒരു ടാറ്റയൊക്കെ കൊടുത്ത് ആ കുറുമ്പി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. അവള് പോയി കഴിഞ്ഞാൽ ആ തറവാട് ആകെ ഉറങ്ങും. ആകെ ആള് മനക്കവും ഇവളൊരാളാ. ഷോ, മോള് പോയിട്ട് ഇനി എപ്പോഴാ വരുന്നേ? അരവിന്ദോ ഇവിടെ ഇല്ല. ഇവളായിരുന്നു ഒരു ആശ്വാസം. ഇനി അടുത്ത മാസം ആവില്ലേ? കഷ്ടമായിപ്പോയി. കുഞ്ഞുങ്ങൾ അടുത്തുള്ളത് എപ്പോഴും ആശ്വാസം. അയാൾ ഇതൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും വസുന്ധര സങ്കടപ്പെട്ട് നോക്കും. നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കണ എന്റെ വസുന്ധരെ? മോള് പഠിത്തം കഴിയുമ്പോ ഇങ്ങോട്ട് വരില്ലേ? അതേട്ടാ, അവൾക്ക് അവിടെ തന്നെ ജോലി നോക്കണമെന്നാ പറയുന്നേ. അയാളുടെ മുഖം അല്പനേരം കൊണ്ട് തന്നെ പിരിമുറുക്കത്തിലായി. അതെയോ, അവൾക്ക് അവിടെയാണോ താല്പര്യം? നമ്മളെയൊക്കെ വിട്ട് അരവിന്ദ് ഇപ്പൊ നിൽക്കുന്നത് പോലെ വേറെ സ്ഥലത്ത് നിൽക്കാനാണോ ആഗ്രഹം? മക്കളൊന്നും ഇല്ലാതെ നമ്മൾ ഈ വലിയ തറവാട്ടിൽ എന്തു ചെയ്യാനാ? ഓർത്തിട്ട് വിഷമാവുന്നു. ഇതും പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് അകത്തേക്ക് പോയി. അച്ചുമാമ്മയുടെ സങ്കടം കണ്ടപ്പോൾ അമ്മയ്ക്കും വിഷമം. ശോ, പാവം തന്റെ പൊന്നാങ്ങളെ വിഷമിപ്പിക്കേണ്ടിയിരുന്നില്ല. ഇപ്പൊ ഇതൊന്നും പറയണ്ടായിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ശ്രീകുട്ടി പഠിത്തത്തോടൊപ്പം അടിച്ചു പൊളിക്കാണ് കേട്ടോ അങ്ങ് ബാംഗ്ലൂര്. അതിനു പറ്റിയ അല്പം വാലും മുളച്ച കൂട്ടുകാരുണ്ട്, ആണായിട്ടും പെണ്ണായിട്ടും. അവരുടെയൊക്കെ ഒപ്പം ഇടയ്ക്ക് പബ്ബിൽ പോയും 1-2 ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചുമൊക്കെയാണ് ഇപ്പോൾ ആഘോഷം. അതിനിടയിൽ പേരിന് പഠനം ഉണ്ടാവും, ആ കൂട്ടത്തിൽ പരീക്ഷയും നടക്കും. ഇക്കാലം അത്രയും ഇടയ്ക്കിടയ്ക്ക് ഓരോ രീതിയിലും അവൾ ഉഴപ്പുണ്ടെന്നൊക്കെ അറിയുമ്പോഴും മാമ കാര്യാക്കില്ല. എന്താന്നോ, മാർക്കുണ്ടല്ലോ, എല്ലാത്തിനും നല്ല മാർക്കുണ്ട്. പിന്നെ എന്താ, മോൾ ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോട്ടെ, അവളുടെ ലൈഫാ. ഈ പ്രായത്തിലല്ലേ എൻജോയ് ചെയ്യണ്ടേ? അങ്ങനെ അയാൾ കരുതി. എന്നാൽ ഓരോ വർഷം കഴിയുന്തോറും പഠനത്തിൽ പുരോഗതിയല്ല, നേരെ താഴേക്കാ വരുന്നേ. അച്ചുമാമയ്ക്ക് നല്ല സംശയം തോന്നിയിരുന്നു. ഇടയ്ക്ക് അവളുടെ ഹോസ്റ്റലിന്റെ പരിസരത്തൊന്നു പോയി അന്വേഷിക്കണമെന്ന് അയാൾ തീരുമാനിച്ചു. എന്താന്നല്ലേ, 100-ലൊക്കെ ഏതാണ്ട് 80-ന് മുകളിൽ സ്കോർ ചെയ്തിരുന്ന ഇവളുടെ ഇപ്പോൾ എല്ലാ പേപ്പേഴ്സിനും 40-നും 30-നും താഴേക്കാണ് മാർക്ക് വരുന്നത്. മോൾ ഏതായാലും പഠിക്കാൻ തീരെ പുറകോട്ടല്ല, ബുദ്ധിയില്ലാത്ത കുട്ടിയുമല്ല. വേറെ എന്തെങ്കിലും അവളെ ബാധിച്ചിട്ടുണ്ടാവും. ആരെങ്കിലും ശല്യപ്പെടുത്തുന്നുണ്ടാവോ? നാട്ടിൽ തന്നെ ആ ഭംഗി അല്പം കൂടിയത് കൊണ്ടാവും. ചെക്കന്മാരുടെ പിന്നാലെ നടന്നുള്ള ശല്യം അവൾക്കല്പം കൂടുതലായിരുന്നു. പാവം, അമ്മയ്ക്ക് വിഷമമുണ്ടെന്ന് വിചാരിച്ച് വസുന്ധരയോട് ഇക്കാര്യമൊന്നും അച്ചുമാമയോട്ട് പറഞ്ഞതുമില്ല. അച്ചുമാമ എവിടെ വെച്ച് കണ്ടാലും അവൾക്ക് തിരിച്ചറിയാൻ പറ്റും കേട്ടോ. വെള്ളമുണ്ടും ഷർട്ടുമാണ് എപ്പോഴും വേഷം. മുണ്ട് മാത്രമേ ആൾ ഉടുക്കുള്ളൂ. എന്നാൽ ഇത്തവണ ശ്രീകുട്ടിക്ക് വേണ്ടി ആൾ വേഷം മാറാനും തീരുമാനിച്ചു. പാൻറ്റൊക്കെ ഇട്ട് നല്ല സെറ്റായി തന്നെയാണ് ആൾ അങ്ങോട്ടേക്ക് പോയത്. തൻ്റെ മോളെപ്പറ്റി അന്വേഷിക്കുമ്പോൾ കേൾക്കുന്ന കാര്യമൊക്കെ അത്ര പന്തിയല്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ഇടയ്ക്കിടയ്ക്ക് കൂട്ടുകാരോട് കൂടെയുള്ള കറക്കവും അതിൽ ആണോ പെണ്ണോ എന്നറിയാതെ വരുന്ന ഓരോരുത്തരുടെ കൂടെയുള്ള അവളുടെ പേക്കൂത്തുകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ അച്ചുമാമ ഒട്ടും പ്രതീക്ഷിച്ചില്ല തൻ്റെ ശ്രീകുട്ടി മോളെപ്പറ്റി ഇങ്ങനൊരു ഇമേജ്. അടുത്ത പ്രാവശ്യം നാട്ടിലേക്ക് എപ്പോൾ വരും എന്നുള്ള ചോദ്യവുമായി അയാൾ ഉടനെ ഫോൺ വിളിച്ചു. എന്താ മാമേ, എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? വേഗം വരണോ? ഞാൻ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, പിന്നെ ഒരു ടെസ്റ്റും വരുന്നുണ്ട്, അത് കഴിഞ്ഞു വന്നാ പോരെ? അപ്പോഴേക്കും പറ്റില്ല മോളെ, വേഗം വരണം, മാമയ്ക്ക് ചെറിയൊരു വയ്യായികയുണ്ട്, അതുകൊണ്ടാ. അവളധികം വൈകാതെ 2 ദിവസം കൊണ്ട് തന്നെ അവിടെ എത്തി. അല്പം മുഖവരയോടെ തന്നെ
കാര്യങ്ങൾ ചോദിച്ചറിയാൻ അയാൾ തീരുമാനിച്ചു. അല്ല ശ്രീകുട്ടി, എന്തൊക്കെയാ പഠിത്തത്തിന്റെ വിശേഷങ്ങള്? അത് കുഴപ്പമില്ല, നന്നായിട്ട് പഠിക്കുന്നുണ്ടല്ലോ. ഒരു ശ്രദ്ധയുമില്ലാതെയാണ് അവളത് പറഞ്ഞു. അച്ചുമാമ പതിയെ അവളുടെ കയ്യിലടിച്ചിരുന്ന ടാറ്റൂയിൽ നോക്കി. ഇങ്ങനെയൊന്നും ഇവിടെ നിന്ന് പോകുമ്പോൾ ഉണ്ടായിരുന്നില്ലല്ലോ, ഇപ്പോ എന്തു പറ്റി? അവൾക്കാകെ ദേഷ്യം വന്നു. എന്തേ മാമ, എന്താ CBI ആണോ എന്നെ ഇതുപോലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ? കാര്യം എന്താണെന്ന് വെച്ചാ പറയൂ. ശ്രീകുട്ടിക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അയാൾക്ക് സങ്കടമായി. ഞങ്ങളുടെ മോൾ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ, നല്ല മിടുക്കിയായിരുന്നു. മാമയും നിന്റെ അമ്മയും കഷ്ടപ്പെടുന്നതിന് നീ എല്ലാ തരത്തിലും തിരിച്ച് ഞങ്ങൾക്ക് അതിന്റെ ഫലവും തരുമായിരുന്നു. പഠനമല്ല മറ്റു പല കാര്യവുമാണ് എൻ്റെ മോൾക്ക് പ്രധാനമെങ്കിൽ അങ്ങനെ ജീവിച്ചോളൂ. എങ്കിൽ ഞങ്ങളെല്ലാവരും മരിച്ചെന്നും കൂടെ നീ കരുതിയേക്കണം. ഈ വീട്ടില് ഞങ്ങളെല്ലാവരും താഴെയും തലയും വെക്കാതെയല്ലേ നിന്നെ വളർത്തിയേ. എന്തിനാ മോളെ ഞങ്ങളോട് ഇങ്ങനെയൊക്കെ കാട്ടുന്നേ? മാമ പലതും മനസ്സിലാക്കിയെന്ന് അറിഞ്ഞത് കൊണ്ടാവും. അവൾ ഒരു നിമിഷം ഷോക്കായിപ്പോയി. അടുത്ത സമയത്ത് പൊട്ടി പൊട്ടി കരഞ്ഞു. തേങ്ങിക്കരയുന്ന അവളെ കണ്ടപ്പോഴേക്കും അച്ചുമാമയ്ക്ക് വിഷമമായി. കരയല്ലേ മോളെ, മോളുടെ അമ്മ ഇതറിഞ്ഞാൽ ആകെ വിഷമമാവും. മോള് കരയല്ലേ. അമ്മയോട് ഇതൊക്കെ പറയണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. മോള് പക്ഷേ ഇത്രയും വിഷമിച്ചിരിക്കുമ്പോ നിന്റെ അമ്മയെ കൂടി ഞാൻ എങ്ങനെയാ വിഷമിപ്പിക്കുക? മോള് കരയില്ലേട്ടോ, നന്നായി പഠിക്ക്. അതിന്റെ കൂടെ വേറെ എന്ത് കാര്യമുണ്ടെങ്കിലും നമുക്ക് നോക്കാന്നേ. മാർക്ക് കുറഞ്ഞിട്ട് വേറെ എന്ത് ചെയ്തിട്ടും കാര്യമുണ്ടോടാ? നമുക്ക് അത്രയും കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സാമ്പത്തിക ഭദ്രതയുണ്ടോ? നീ ഞങ്ങളെപ്പറ്റി ഓർക്കിട്ടോ. ഇതൊക്കെ പറഞ്ഞ് നിറഞ്ഞ കണ്ണുകളോടെ അച്ഛമാമ ഇറങ്ങി പുറത്തേക്ക് പോയി. അല്പസമയം കഴിയുമ്പോഴേക്കും ശ്രീകുട്ടി ഓടി വന്ന് അയാളുടെ കാലിൽ വീണിരുന്നു. എന്നോട് ക്ഷമിക്കും മാമേ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. കൂട്ടുകാർ നിർബന്ധിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അവരുടെ ഒപ്പം കറങ്ങാൻ പോകാനൊക്കെ ഞാൻ സമയം കണ്ടെത്തിയിരുന്നു, അതിൻ്റെ കൂടെ പഠിക്കാനും. പക്ഷേ ഇടയ്ക്കെപ്പോഴോ എൻ്റെ ആ പഠനമൊക്കെ മുറിഞ്ഞുപോയി. മാമ ഇതൊന്നും അമ്മയോട് പറയില്ല കേട്ടോ. ഞാനിതൊന്നും പറയുന്നില്ല. മോളതൊന്നും ഓർത്ത് വിഷമിക്കുകയും വേണ്ട. ഇനി ഞാൻ എക്സാമിൻ്റെ റിസൾട്ട് അറിയുമ്പോൾ എൻ്റെ മോൾ എല്ലാത്തിനും ഒരു 70 മേലെയുള്ള മാർക്കെങ്കിലും വാങ്ങിച്ചിരിക്കണം കേട്ടോ. അതിനുശേഷമുള്ള കാര്യമൊക്കെ നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ മാമ ജോലിക്ക് അവിടെ തുടരുന്നതിനും മോളെ ഒന്നും പറയില്ല. പക്ഷേ മാർക്കില്ലാതെയൊക്കെ പാസ്സായി തട്ടിയും മുട്ടിയാണ് നിൽക്കുന്നതെങ്കിൽ അവിടെ ഇനി നിർത്താതെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും മാമയ്ക്ക്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അല്പം ശാസനയിലും ഗൗരവം ഒട്ടും വിടാതെയുമുള്ള അയാളുടെ ആ പറച്ചിൽ അവൾക്കല്പം പേടി സമ്മാനിച്ചു. ഞാൻ ശ്രദ്ധിച്ചോളാം, മാമയും അമ്മയും പേടിക്കണ്ട. മാമിയോടും ഇതൊന്നും പറയണ്ടട്ടോ. ശരി, ഇത്തവണത്തേക്ക് ഇതെല്ലാം എൻ്റെ ശ്രീകുട്ടി മോൾക്ക് വേണ്ടി ഞാൻ ക്ഷമിക്കാം. ഇതും പറഞ്ഞ് അവളുടെ കവിളിൽ തലോടി അയാൾ പുറത്തേക്ക് പോയി. ശ്രീകുട്ടി അല്പസമയം അവിടെ ഇരുന്ന് ശക്തമായി നിലവിളിച്ചു. തൻ്റെ വീട്ടുകാരുടെ മുന്നിൽ ഇതുപോലൊരു മോശം ഇമേജും നാണം കെട്ട അവസ്ഥയും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ആദ്യ. എങ്ങനെയെങ്കിലും പഴയ ശ്രീകുട്ടിയായി മാറിയേ പറ്റുള്ളൂ. അവൾ ദൃഢനിശ്ചയത്തോടെയാണ് തിരിച്ചു പോയതും. അവിടെ എത്തി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഒരു പരിധിക്കപ്പുറം അവൾക്കാവുന്നില്ലായിരുന്നു. കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി. ഏതാണ്ട് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്താൻ അവൾക്ക് അത്രയും സമയം വേണ്ടി വന്നില്ല. കൂട്ടുകാരുടെ നിർബന്ധവും പഴയ ലൈഫിനോടുള്ള ആസക്തിയും അതുമാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് 1-2 ചെക്കന്മാരുമായിട്ടുള്ള അല്ലറ കുൽസിത പ്രവൃത്തികളുമൊക്കെ അവൾക്ക് മറ്റൊരു ലോകം തന്നെ അവിടെ സമ്മാനിച്ചു. ഒരാൾക്കല്ല, പല ആളുടെ ഗേൾഫ്രണ്ടായി മാറി അവൾ ഒരേ സമയം. അവൾ നൽകിയിരുന്ന ശാരീരിക സുഖത്തിന്റെ അത്യുന്നതയിലെത്തിയപ്പോഴേക്കും അച്ഛനെയോ അമ്മയെയോ മാമയെയൊക്കെ അവൾ സൗകര്യപൂർവ്വം അങ്ങ് മറന്നു. ശരീരത്തിലുള്ള ഓരോ കണികയും സുഖം കൊണ്ട് നിറയുമ്പോൾ അവൾക്കിപ്പോ ഇത് മാത്രം മതി ജീവിതത്തിൽ എന്നുള്ള അവസ്ഥയിലെത്തിപ്പോയി. പല കൂട്ടുകാരോടും ഒന്നിച്ച് അവൾ സ്വകാര്യ നിമിഷങ്ങൾ ചിലവഴിച്ചു. സ്വന്തം കൂട്ടുകാരികൾ പലരും ഇതുപോലെ പലരുടെ ഒപ്പം സമയം ചിലവഴിക്കുമ്പോൾ അതുപോലെ തനിക്ക് നടന്നാൽ എന്താ എന്നായിരുന്നു ശ്രീകുട്ടിയുടെയും ചിന്ത. അധികം വൈകാതെ ആ സുന്ദരിക്ക് ചെക്കന്മാരുടെ ഒരു നീണ്ട നിര തന്നെ കിട്ടി. അതിൽ നിന്ന് 1-2 പേരെയൊക്കെ തിരഞ്ഞെടുത്ത് അവൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആർത്തുല്ലസിച്ചു പോന്നു. അതിൻ്റെതായ മാറ്റങ്ങൾ അവളുടെ ശരീരത്തിലും ഉണ്ടായിരുന്നു. മിഴുപ്പും കൊഴുപ്പും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൂടി. പോരാതെ നീളൻ മുടിയൊക്കെ വെട്ടി ചെറുതാക്കി കളറൊക്കെ ചെയ്ത് വേറൊരു കോലത്തിലായി മാറി. ആകെ ചുരിദാറും കുർത്തിയും ഒക്കെ ധരിച്ചിരുന്നവൾ ജീൻസിലേക്കും ചെറിയ ക്രോപ്പ് ടോപ്പിലേക്കൊക്കെ മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല.
അവളുടെ ആ മാറ്റം അമ്മയെക്കാളും അധികം വേദനിപ്പിച്ചത് അച്ചുമാമയെ തന്നെയായിരുന്നു. അവൾക്ക് അധികം ചേഞ്ചൊന്നും വന്നിട്ടില്ല എന്ന് അയാൾക്ക് മനസ്സിലായി. ഇത്തവണ അയാൾക്ക് ചെക്കന്മാരുമായിട്ടുള്ള അവളുടെ അവിശുദ്ധമായ കൂട്ടുകെട്ടും കൂടി അറിഞ്ഞപ്പോഴേക്കും സകല കൺട്രോളും പോയിരുന്നു. ഇത്തവണ അവൾ വീട്ടിലേക്ക് വരുമ്പോൾ അയാൾ വല്ലാതെ അലറി. പേടികൊണ്ട് അവൾ വിറച്ചുപോയി. എന്തൊക്കെ പറഞ്ഞാലും അച്ചുമാമയുടെ മുന്നിലെത്തുമ്പോൾ ശ്രീകുട്ടി വെറും പൂച്ചയാണ്. അവൾക്ക് അയാളെ പേടിയും അതിനൊപ്പം ബഹുമാനവും കലർന്ന ഒരു വല്ലാത്ത സ്നേഹം. മാമേ, ഇതൊന്നും അമ്മയോട് പറയില്ലേ? ഇല്ല മോളെ, ഇതൊക്കെ ഞാൻ പറയും. നിന്റെ ഈ അഴിഞ്ഞാട്ടം ഇന്നോ നാളെയോ കൊണ്ട് അവസാനിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇനിയത് നടക്കില്ല. നിന്റെ അമ്മയും കൂടി ഇതറിയണം. ഞാൻ എന്തായാലും അവളോട് പറയും. നിന്റെ അടുത്ത് നിന്ന് ഈ അച്ചുമാമ ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല മോളെ. നീയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്വപ്നം മുഴുവനും. നന്നായിട്ട് ജീവിച്ച് കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ചങ്ക് പറിച്ച് തരില്ലായിരുന്നു നിനക്ക്. ഇതിപ്പോ ഈ കുടുംബത്തോട് ഇങ്ങനെ ഒരു ചതി വേണ്ടായിരുന്നു മോളെ. നിന്റെ വിവാഹവും നല്ല ജീവിതവും ഒക്കെ സ്വപ്നം കണ്ടതാ. ഞങ്ങളിപ്പോ ആകെ ധർമ്മസങ്കടത്തിലായി. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. അയാളുടെ ആ സങ്കടം കണ്ടപ്പോഴേക്കും അവൾക്ക് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ കാലിൽ വീണ് വീണ്ടും പൊട്ടിക്കരഞ്ഞു. അച്ചുമാമേ, അമ്മ എങ്ങാനും ഇതറിഞ്ഞാല് ഞാൻ ജീവിച്ചിരിക്കില്ല. അടുത്ത നിമിഷം ഞാൻ എന്തേലും ചെയ്യും, നോക്കിക്കോ. അയാളുടെ നെഞ്ചൊന്ന് പിടഞ്ഞു. അവൾ ഇങ്ങനെ പറയുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. വേണ്ട, ഇത് ഇലയ്ക്കും ഉള്ളിനും കേടുവരാത്ത രീതിയിൽ ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ പ്രശ്നവാ. പെൺകുട്ടി എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ എന്തു ചെയ്യും? അത് മാത്രല്ല, ജീവിതകാലം മുഴുവനും തന്നെ അത് വേട്ടയാടും. അവൾക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അവളെ ഇത്രയും സ്നേഹിച്ച് വളർത്തിയത് ഇതിനായിരുന്നു. അയാൾ അവിടെ അറിയാതെ കസാരയിൽ ഇരുന്നു പോയി. പറ അച്ചുമാമ, പറ. അമ്മയോട് ഇതൊക്കെ പറയാതിരുന്നാല് സത്യമായിട്ടും ഞാൻ നല്ല രീതിയിൽ ജീവിച്ചോളാം. ഇനി ഒരിക്കലും എന്നെ പറ്റി ദുഃഖിക്കേണ്ടി വരില്ല. പക്ഷെ അമ്മ ഇതറിഞ്ഞ ആ നിമിഷം ഞാൻ എന്തേലും ചെയ്യും, ഉറപ്പാ. ശ്രീകുട്ടി കാര്യമായിട്ടാ പറയുന്നേ. നിലവിളിച്ച് ആകെ ചുവന്നു തൊടിച്ചിരിക്കുന്ന അവളുടെ മുഖം കണ്ടപ്പോ അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. എന്റെ മോളെ, എന്തിനാ ഞങ്ങളെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നേ? ഇതും പറഞ്ഞ് അയാൾ അവളെ ചേർത്ത് നിർത്തി പൊട്ടിക്കരഞ്ഞു. അയാളുടെ ആ ഉള്ളിൽ തട്ടിയുള്ള കരച്ചിൽ കണ്ടപ്പോഴേക്കും അവൾ തീരുമാനമെടുത്തിരുന്നു. ഇനി ഒരു തിരിച്ചുപോക്ക് ശ്രീകുട്ടിക്കില്ല ആ കൂട്ടുകെട്ടിലേക്ക്. ഇവിടെ മുതൽ താൻ നന്നായി അവളും മനസ്സിലോർത്തു. ഇത്തവണ ആ ദൃഢനിശ്ചയത്തോടെയാണ് അവൾ തിരിച്ചു പോകുന്നത്. കൂട്ടുകാരന് നിർബന്ധവും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത്തവണ അവളെ തീരെ ആകർഷിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അവളുടെ മാറ്റവും അത് മാത്രല്ല, അവളെ കളിയാക്കാനുമൊക്കെ അവർ നന്നായി സമയം കണ്ടെത്തി. എങ്കിലും പഠിക്കാനും എക്സാമിന് മാർക്ക് വാങ്ങാനുമൊക്കെ വല്ലാത്ത ആവേശമായിരുന്നു ഇത്തവണ. അതുപോലെ 1ാമത്തെ മാസം കഴിഞ്ഞ് 2ാമത്തെ മാസത്തേക്ക് അവൾ തിരിച്ചു പോകുമ്പോൾ അവളുടെ പുതിയ പേപ്പർ കണ്ട് അക്ഷരാർത്ഥത്തിൽ മാമൻ ഞെട്ടിപ്പോയിരുന്നു. നല്ല മാർക്കോടെ പാസ്സായിട്ടുണ്ട് എന്റെ മോള്, നന്നായി വരും കേട്ടോ. അപ്പോഴേക്കും അവൾ തിരിച്ചു പറഞ്ഞു, പിന്നെ നന്നായി വരാതിരിക്കോ? അച്ചുമാമയുടെ മോളല്ലേ ഞാൻ, പിന്നെ ഈ വസുന്ധര അമ്മയുടെയും. അതുകൊണ്ട് എന്തായാലും ഞാൻ നന്നായിട്ടേ വരുള്ളൂ. അവൾക്ക് അച്ചുമാമയോട് ഒരുപാട് സ്നേഹം തോന്നി. അയാൾ ഒരിക്കലെങ്കിലും തന്നെ ഇതുപോലെ സ്നേഹത്തോടെ ശാസിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ താൻ വഴിപഴിച്ചു പോയേനെ ആ കൂട്ടുകാരുടെ കൂടെ കൂടി. ഇതിപ്പോ അമ്മയുടെയും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും എല്ലാവരുടെയും സ്നേഹത്തോടെ ഈ കുടുംബത്തിൽ കഴിയാൻ പറ്റി. കള്ളത്തരമൊക്കെ ചെയ്യാത്തത് കൊണ്ട് ഇപ്പോഴത്തെ ജീവിതത്തിന് നല്ല സന്തോഷവും സമാധാനവും ഉണ്ട്. ശ്രീലക്ഷ്മി കുടുംബത്തിന്റെ ആ സന്തോഷത്തിലും ഒരുമയിലും മതിമറന്നുപോയി. അതിനിടയിൽ എപ്പോഴും അച്ചുമാമയോട് ഇവൾക്ക് മറ്റേതൊക്കെയോ രീതിയിലുള്ള ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നു. അയാൾക്കിതൊന്നും ഒരിക്കലും മനസ്സിലായില്ല. അച്ചുമാമ അടുത്തു വരുമ്പോൾ ശക്തമായ നെഞ്ചിടിപ്പാണ് അവൾക്ക് കൂടുതലായി വരുന്നത്. ആ വീട്ടിൽ മറ്റു പുരുഷന്മാരുമായി അവൾക്ക് വേറെ അടുപ്പമൊന്നുമില്ല. അതുകൂടാതെ അച്ചുമാമയെ പോലെ തന്നെ ഇത്രയും സ്നേഹിക്കുകയും ഇത്രയും സ്വഭാവമൊക്കെ തന്നെ മനസ്സിലാക്കുകയും ചെയ്യുന്ന വേറൊരാൾ ജീവിച്ചിരിപ്പുണ്ടോ? ഒരുപക്ഷെ തന്റെ അച്ഛനായിരുന്നെങ്കിൽ അങ്ങനെ ഒരാളായേനെ. ഇതിപ്പോ ആ സ്ഥാനവും അച്ചുമാമയ്ക്കാണല്ലോ. അച്ചുമാമയോട് എന്തോ ഒരിഷ്ടം പെട്ടെന്ന് തോന്നി തുടങ്ങിയതാണ് അവൾക്ക്. അച്ചുമാമ അയാളുടെ ഭാര്യയായ മാമിയുടെ അടുത്ത് ഒരുപാട് സംസാരിക്കുമ്പോൾ പോലും അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. മാമ എന്റെ മാത്രം. ഇടയ്ക്കിടയ്ക്ക് ശ്രീകുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയും കടന്നു വന്നു. ഒരു ദിവസം മാമ എവിടെ പത്രം വായിച്ചിരിക്കുകയായിരുന്നു. വീടിന്റെ 1ാമത്തെ നിലയിൽ. അങ്ങോട്ടേക്ക് കടന്ന് ഓടിച്ചെന്ന് അവൾ അയാളെ കസേരയുടെ പിന്നിൽ നിന്ന് കെട്ടിപ്പുണർന്നു. ഠോ! അച്ചുമാമ പേടിച്ചു പോയോ?
പെട്ടെന്നുള്ള ആ പിടുത്തത്തിൽ അയാൾ ഞെട്ടിയിരുന്നു. ആഹാ, മാമന്റെ ചീക്കുട്ടി എപ്പോഴാ വന്നേ? കെട്ടിപ്പിടിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. ഇപ്പൊ വന്നതേ ഉള്ളൂ. സുഖല്ലേ മാമയ്ക്ക്? ഇതെന്താ മുണ്ട് മാത്രം ഉടുത്തിട്ടുള്ളൂ, ഷർട്ട് ഇടുന്നില്ലേ? എടി കുറുമ്പി, നല്ല ചൂടല്ലേ ഇവിടെ? ഈ ചൂടത്ത് എന്തിനാ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നേ? വീടല്ലേ ഇത്, നമ്മുടെ വീട്. അപ്പോഴേക്കും ഈ പ്രായത്തിലും സെറ്റായി നിൽക്കുന്ന മാമയുടെ ആ ബോഡിയുടെ സൗന്ദര്യം ആസ്വദിക്കുകയായിരുന്നു അവൾ. മാമയ്ക്ക് ഇപ്പോഴും ഇത്രയും നല്ല ബോഡി ഉണ്ടായിരുന്നു. കൊടവയറൊക്കെ അല്പം സ്വല്പം ചാടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇതിപ്പോഴും ആള് നല്ല ചുള്ളനാണല്ലോ. അയാൾ ചിരിച്ചു. നിന്റെ കുറുമ്പ് കൂടുന്നുണ്ട് കേട്ടോ. മാമിയെ അമ്മയൊക്കെ കണ്ടോ? താഴേക്ക് വാ, എന്തൊക്കെയുണ്ട് യാത്രാവിശേഷങ്ങൾ? അതിനിടയിൽ അച്ഛമാമയുടെ തലോടലും കുഞ്ഞു സ്പർശനവുമൊക്കെ അവൾ വേറെ ഏതൊക്കെയോ രീതിയിൽ ആസ്വദിക്കാൻ തുടങ്ങി. മാമയെ തെറ്റായ രീതിയിൽ കാണരുതെന്നും തൻ്റെ മാമിയുടെയും മാമൻ്റെയും കുടുംബജീവിതം ചിലപ്പോൾ തകരുമെന്നൊക്കെ അവളുടെ മനസ്സിലുണ്ട്. എങ്കിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. മനസ്സിൻ്റെത് മാത്രമല്ല, ഇപ്പോ ആയി ശരീരത്തിൻ്റെ അഭിലാഷവും അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. പണ്ടൊരു സമയത്ത് സ്ഥിരമായി ഉണ്ടായിരുന്നതല്ലേ ഈ തൃപ്തിപ്പെടുത്തലൊക്കെ ശരീരത്തിൻ്റെതായിട്ട്. പക്ഷെ ഇപ്പോൾ ഒരുപാട് നാളായി അതൊക്കെ മാറിയിട്ട്. അപ്പൊ പിന്നെ ആഗ്രഹം തോന്നുക സ്വാഭാവികമല്ലേ? ഏതെങ്കിലും ഒരു പുരുഷന്റെ സ്പർശം, അതും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളാവുമ്പോൾ കൂടുതലും സുഖം തരും. അവൾ മാമയെ സ്വപ്നം കണ്ട് ഓരോന്ന് സ്വന്തമായി ചെയ്തു തുടങ്ങിയിരുന്നു. എന്നാൽ പണ്ടൊക്കെ കൂടെ ഉണ്ടായിരുന്ന ചെക്കന്മാരെക്കാൾ 10 മടങ്ങ് സുഖമാണ് മാമയെ പറ്റി മനസ്സിൽ വിചാരിക്കുമ്പോൾ അവളുടെ ശരീരത്തിൽ മൊത്തം അനുഭവിച്ചിരുന്നത്. ദേഹമാസകലമുള്ള രോമാഞ്ചവും സുഖം കൊണ്ടുള്ള കൊളുത്തിപ്പിടിക്കലും ഒക്കെ അവൾ ആസ്വദിച്ചു പോന്നു. അച്ചുമാമ അറിഞ്ഞതേയില്ല അയാളെപ്പറ്റി തൻ്റെ ഈ മോള് മനസ്സിൽ ഇങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ടെന്ന്. സ്നേഹത്തോടെയുള്ള അയാളുടെ ഓരോ തലോടലും മറ്റു രീതിയിലാ നമ്മുടെ ശ്രീകുട്ടി ഏറ്റുവാങ്ങിക്കൊണ്ടേയിരുന്നത്. അതിനിടയിൽ എപ്പോഴും പലപ്പോഴായി അവളുടെ എക്സാമിന്റെ മാർക്ക് കാണുമ്പോൾ അയാൾക്ക് സമ്മാനം എന്നവണ്ണം കുഞ്ഞു കുഞ്ഞു ചുംബനങ്ങളും നൽകിപ്പോന്നു. ഒരു ദിവസം അതുപോലെയുള്ള ഒരു ചുംബനമായിരുന്നു അവളുടെ നെറ്റിയിൽ. എനിക്കിനി ഇവിടെയും വേണം, കാവൽ കാണിച്ചുകൊണ്ടാണ് ആ പറച്ചിൽ. അവിടെയും കിട്ടിയപ്പോഴേക്കും അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ആഹാ, കൊള്ളാലോ, ഈ പെണ്ണിൻ്റെയൊക്കെ ഒരു കളി നോക്ക്, അയാൾ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീകുട്ടി പറഞ്ഞു, മാമയ്ക്കറിയോ, എൻ്റെ ഈ വിജയത്തിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ മാമ തന്നെയാണ് ഉള്ളത്. മാമയ്ക്കതിന് ഞാൻ എന്ത് തന്നാലും മതിയാവില്ല. വലിയൊരു സമ്മാനമുണ്ട്, അത് വേണോ? അയാൾക്കപ്പോൾ കൗതുകമായി. വലിയ സമ്മാനമോ? എനിക്കാണോടാ? മോൾ എന്താ തരുന്നേ? അതോ, മാമയ്ക്ക് എന്ത് വേണോ അതൊക്കെ തരുഞ്ഞ്. ഈ പറച്ചിലിൽ അല്പം ശബ്ദത്തിന് വ്യത്യാസമുണ്ടായിരുന്നു. അവളുടെ മുഖത്തിന്റെ എക്സ്പ്രഷനും. അയാൾക്ക് അതിലെന്തോ വല്ലായ്മ തോന്നി. മോൾ എന്താ പറഞ്ഞേ? മാമ കണ്ണടയ്ക്ക്. മാമയ്ക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ശ്രീകുട്ടി തരും. മാമയുടെ പുന്നര മോളല്ലേ ഞാൻ. ഇത് പറഞ്ഞ് അവൾ അയാളെ ഉറുമ്പടക്കം പിടിച്ചു. ആ പുണർന്നതിൽ പല സ്ഥലങ്ങളിലായി അവളുടെ ഭാഗങ്ങൾ ഉരഞ്ഞു അമരുകയും പിന്നീട് അവളുടെ കൈകൾ ഓടുന്നതുമൊക്കെ അറിഞ്ഞു. ആ സ്പർശനവും ആ പുണരലിലും അയാൾക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. എങ്കിലും പെട്ടെന്നുള്ള ആ സോഫ്റ്റ് ശരീരത്തിന്റെ ആ സുഖവും ആ ചൂടും തട്ടിയപ്പോൾ അയാൾ വികാരപരവശനായി. നിമിഷങ്ങൾ കൊണ്ട് അവൾക്ക് വഴങ്ങുന്നത് പോലെ ആയിപ്പോയി. അവളാണെങ്കിൽ അയാളിലേക്ക് പടർന്നു കയറാനുള്ള തയ്യാറെടുപ്പിലുമായിരുന്നു. ഏതാണ്ട് 3-4 നിമിഷം അത് ആസ്വദിച്ച ആളെല്ലാം മറന്നു പോയിരുന്നെങ്കിലും തൊട്ടടുത്ത നിമിഷം സ്ഥലകാല ബോധം വീണ്ടുവന്ന് അച്ഛമ്മ കണ്ണു തുറന്നു. ശ്രീകുട്ടി, നീ എന്താ കാണിക്കുന്നേ? നിന്റെ അച്ഛന്റെ സ്ഥാനം എനിക്ക്. അയാൾ അവളെ ദേഹത്തു നിന്ന് മാറ്റി പെട്ടെന്ന് കയ്യിൽ നിന്ന് പിടിച്ചു. മോളെ, നിന്റെ അച്ഛന്റെ സ്ഥാനാണ് എനിക്ക്. മോൾ ഇങ്ങനെയൊന്നും കാണിക്കല്ലേ. എന്താ നിനക്ക് പറ്റിയത്? അവൾക്ക് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ല. തൻ്റെ എല്ലാ ഇംഗിതത്തിനും വഴങ്ങി മാമ നിന്ന് തരുമെന്നായിരുന്നു അവൾ ഒരു നിമിഷം വിചാരിച്ചേ. അതെല്ലാം മാറിപ്പോയി. ഇനി എല്ലാവരുടെ മുമ്പിൽ നാണം കെടുമല്ലോ. അപമാനഭാരത്താൽ അവളുടെ തല കുമ്പിട്ടുപോയി. കണ്ണുകൾ ചുവന്നു. തല ചുറ്റി ഒറ്റ വീഴ്ചയായിരുന്നു ശ്രീകുട്ടി നിലത്തേക്ക്. അയാൾ അവളെ കോരിയെടുത്തു ബെഡിലേക്ക് കിടത്തി. മുഖത്ത് വെള്ളം തളിച്ച് ഉണർത്തി. എന്തു പറ്റി മോളെ? നിന്റെ അമ്മയും അമ്മായും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ അമ്പലത്തിൽ പോയിരിക്കുക. ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. മോള് വേണ്ടാത്തതൊന്നും കാണിക്കല്ലേ. എന്താ പറ്റിയത്? മോൾക്ക് സുഖമില്ലേ? ഏങ്ങലടിച്ചുള്ള കരച്ചിലായിരുന്നു അവളുടെ മറുപടി.
മാമയ്ക്ക് എന്നെ ഇഷ്ടമല്ലല്ലേ? അതുകൊണ്ടല്ലേ ഹറപ്പോടെ എന്നെ തട്ടിമാറ്റിയത്? അങ്ങനെയല്ല മോളെ, ഞാൻ മോളുടെ മാമനല്ലേ, മോളുടെ അമ്മയുടെ ആങ്ങള, അച്ഛൻ്റെ അതേ സ്ഥാനം. അല്ല, മാമ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ അച്ഛനാവില്ലല്ലോ. മോൾ എന്താ ഉദ്ദേശിക്കുന്നേ? മാമയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ? ഒരു തരുമ്പെങ്കിലും സ്നേഹമുണ്ടോ? ഉണ്ടല്ലോ. എൻ്റെ പെങ്ങളെക്കാൾ നിന്നെയല്ലേ ഞാൻ സ്നേഹിച്ചിരുന്നത്. പിന്നെ എന്തിനാ എൻ്റെ കൈ തട്ടി മാറ്റിയത്? ആ സ്പർശനം അത് ശരിയല്ല മോളെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പാപമാണ്. അല്ല, മാമ ഒരാണോ, ഞാനൊരു പെണ്ണുവാ. വേണ്ടാത്ത കൂട്ടുകെട്ടിലൊക്കെ പോയി എൻ്റെ മനസ്സ് കലങ്ങിയിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഞാൻ എങ്ങനെയൊക്കെയാണ് തിരിച്ചു കയറി വന്നത്. മാമിയും എന്നെ ഇത്ര അവജ്ഞയോടെ കണ്ടാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ മനസ്സാകെ തകർന്നു പോകും. മാമയ്ക്ക് തീരുമാനിക്കാം ഇനി ശ്രീകുട്ടി ജീവിച്ചിരിക്കണോ വേണ്ടതെന്ന്. മാമ എന്ത് തീരുമാനിച്ചാലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഏതൊരാണിനെയും പെണ്ണിനെയും പോലെ എനിക്കും വേണം മാമ ശരീരത്തിൻ്റെ തൃപ്തി. അതില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ ആവും. വേറെ ആരുമില്ല എന്നെ സഹായിക്കാൻ. മാമ എന്നെ കൈവിടരുത്. എന്നെ ഇഷ്ടമല്ലെന്നും പറയരുത്. കൈകൂപ്പിക്കൊണ്ടുള്ള അവളുടെ ആ ഏങ്ങലടിയും കരച്ചിലും അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. എങ്കിലും തൻ്റെ മോളെ പോലെ കാണേണ്ട കുട്ടിയെ അങ്ങനെ അത് ചിന്തിക്കാനൊന്നും അയാൾക്ക് മനസ്സേ വന്നില്ല. അല്പസമയം അവിടെ നിന്നിട്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എങ്കിലും ഈ പെണ്ണെന്തെങ്കിലും കാണിച്ചാലോ എന്ന് പേടിച്ച് അയാൾ ഇടയ്ക്കിടയ്ക്ക് അവൾ കിടക്കുന്ന മുറിയിൽ വന്നു പോയിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറിക്കിടക്കുന്ന അവളുടെ ഹാഫ് സാരിയിലൊക്കെ അയാൾ ചെറിയ രീതിയിലുള്ള മുഴുപ്പും കൊഴുപ്പുമൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങി. പറഞ്ഞിട്ട് കാര്യമില്ല, മൊത്തം ഇളകി നിൽക്കുന്ന പ്രായമാണ്. ഈ സമയത്ത് ഇവൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് സ്വാഭാവികം. ഇവളുടെ ഈ പ്രായത്തിൽ താനൊക്കെ കാണിച്ചു കൂട്ടാത്ത പേക്കൂത്തുകളുണ്ടോ? പെൺകുട്ടിയാണെന്ന് വെച്ച് അവൾക്കതൊന്നും അനുഭവിക്കാൻ പാടില്ല എന്നും അല്ലെങ്കിൽ നിഷേധിക്കുന്നതൊന്നും ന്യായമല്ല. എങ്കിലും അമ്മാവനെന്ന് താൻ തന്നെ അവളെ അങ്ങനെയൊക്കെ കാണുകയും സ്പർശിക്കുകയും ചെയ്താൽ അത് മോശമല്ലേ? ദൈവം പോലും പൊറുക്കില്ല. അയാൾ സ്വന്തം മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. എങ്കിലും അവളുടെ ആ മലർന്നുള്ള കിടപ്പും ചരിവും ശരീരത്തിന്റെ ഓരോ വളവും തിരിവും അയാളുടെ പുരുഷനെയും ശക്തമായി ഉണർത്തി തുടങ്ങിയിരുന്നു. അല്പസമയത്തിനകം അവളെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കെ അയാൾ അറിഞ്ഞു തന്റെ രക്തയോട്ടം കൂടുന്നതും നാടിഞരമ്പുകൾക്ക് ചൂട് പിടിക്കുന്നതും അവൾക്ക് എല്ലാത്തിനും പൂർണ്ണ സമ്മതമാണെന്നും ആഗ്രഹം അച്ചുമാമ നിറവേറ്റി തരണമെന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ വീണ്ടും വീണ്ടും അത് പറയുന്നത് പോലെ അയാളുടെ ചെവിയിൽ മുഴങ്ങി. അടുത്ത നിമിഷം അവളെ കവർന്നെടുക്കുന്നതായി അയാളൊരുന്ന് മനസ്സിൽ സങ്കല്പിച്ചു. ഇത്രയും കാലം തനിക്ക് കിട്ടിയിരുന്ന ആ ചോരോട്ടത്തിനേക്കാളും 10 മടങ്ങ് അനുഭവപ്പെട്ടു അച്ചുമാമയ്ക്ക്. ഈ പ്രായത്തിലും ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെയൊരു വികാരത്തള്ളിച്ച ഉണ്ടാവുന്നത്. അതാ തൻ്റെ പൗരുഷം സടകുടഞ്ഞെഴുന്നേൽക്കുന്നു. എങ്ങനെയെങ്കിലും ഇപ്പോൾ അവളെ മുഴുവനും കാണണമെന്നും അവളിലേക്ക് പടർന്നു കയറണമെന്നും ആ കുഞ്ഞിപ്പെണ്ണിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണമെന്നുമൊക്കെ അച്ചുമാമ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കണ്ണു തുറക്കുമ്പോഴേക്കും തൻ്റെ അടുത്ത് നിന്ന് സ്ഥാനം മാറി കിടക്കുന്ന ഹാഫ് സാരിയാണ് ആദ്യം തന്നെ ശ്രീകുട്ടിയുടെ കണ്ണിലുടക്കിയത്. അത് പിടിച്ച് എഴുന്നേറ്റ് അവൾ നേരെയാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ നോക്കി കണ്ണിമയ്ക്കാതെ നിൽക്കുന്ന അച്ചുമാമയെ അവൾ കണ്ടു. ഒരു നിമിഷം നാണം കൊണ്ട് ആളുടെ മുഖം കൂമ്പിപ്പോയിരുന്നു. എന്തേ മാമ എന്താ ഇവിടെ നിൽക്കുന്നേ? ഒരുപാട് നേരമായോ വന്നിട്ട്? അവൾ ചെറുചിരിയോടെ ചോദിച്ചു. പിന്നല്ലാതെ ഒരുപാട് നേരമായി. ഇവിടെ നിന്ന് പോയിട്ടും അവിടെ ഇരിക്കാൻ കഴിയണ്ടേ? മോളെ കാണണം എന്ന് ഇങ്ങനെ ഒരേ തോന്നൽ. അതെയോ? അവൾ വീണ്ടും ചിരിച്ചു. അയാൾ വന്നവളുടെ അടുത്തിരുന്നു. മാമേ, മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയും മാമിയും ഒക്കെ എപ്പോൾ വരും? അവരിപ്പോഴെങ്ങാനും കയറി വരുമോ? അയാൾ സമയം നോക്കി. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. ഒരു 9:30 മണിയെങ്കിലും ആവും അവർ തിരിച്ചെത്തുമ്പോൾ. ഒരുപാട് ദൂരെയായി പോയിരിക്കുന്നത്. ഒരു തരിമ്പ പ്രതീക്ഷയോടെയാണ് മാമി അത് പറഞ്ഞത്. അവളുടെ കണ്ണുകളും വിടർന്നു. അതെയോ? അപ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടും മാത്രമേ ഉള്ളൂ അല്ലേ? അവർ വരുമെന്നുള്ള പേടിയും വേണ്ട. അവൾ നാണത്തോടെ പുഞ്ചിരിച്ചു. അവളുടെ ആ ചുവന്ന ചുണ്ടിലെ തുടുത്ത പുഞ്ചിരി തന്നെ മതിയായിരുന്നു അയാൾക്ക് സകല നിയന്ത്രണവും വിട്ടുപോകാൻ. അവളിലേക്ക് അയാൾ ചാഞ്ഞങ്ങ് വീണു. അവളുടെ ഓരോ സ്ഥലത്തും അയാൾ സ്പർശന സുഖം ഏൽപ്പിച്ചു. അവളാവട്ടെ അയാളുടെ ഓരോ രീതിയിലുമുള്ള ആ സൂചിപ്പിക്കലിൽ നിർവൃതി അടഞ്ഞ് അങ്ങ് കിടന്നു. കുറച്ചു സമയം കഴിയുമ്പോഴേക്കും
ചൂട് നിശ്വാസവും സീൽക്കാര ശബ്ദങ്ങളും വീർപ്പിന്റെ ഗന്ധവും കൊണ്ട് ആ മുറി നിറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എല്ലാം പങ്കുവെച്ച് തുടങ്ങുന്ന നിമിഷം, ഒരേ നിമിഷം സ്വർഗം കാണുന്ന അവസ്ഥ. മാമയുടെ കൈക്കരുത്തറിഞ്ഞ് അതിന്റെ സന്തോഷത്തിലും ആവേശത്തിലുമായിരുന്നു നമ്മുടെ ശ്രീകുട്ടി. മാമയാവട്ടെ ഒരുപാട് കാലമായി മനസ്സിൽ പൂഴ്ത്തി വെച്ചിരുന്ന വികാരങ്ങളൊക്കെ പുറത്തെടുത്തിരുന്നു. തന്റെ അനന്തരവൾ, സൗന്ദര്യധാമം, അവളെ സ്വന്തമാക്കാൻ കിട്ടിയ അവസരം അയാൾ നന്നായി തന്നെ വിനിയോഗിച്ചു. ഓരോ ഇഞ്ചും സുഖിപ്പിച്ച് അവളെ സ്വർഗം കാണിക്കാൻ അയാൾ നന്ദി ശ്രമിച്ചു. അയാളുടെ കരവലയത്തിൽ അമർന്നു കിടന്നുകൊണ്ട് അവൾ സ്വർഗീയ സുഖം മുഴുവൻ ആസ്വദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണമായിട്ടുള്ള കിതപ്പും വിയർപ്പിന്റെ ആ ഗന്ധവുമൊക്കെയുള്ള ആ മുറിയിൽ രണ്ടുപേരും അല്പസമയങ്ങൾക്കകം പരസ്പരം ഒന്നായി. ചൂരും ചൂടും അറിഞ്ഞുള്ള ആ ഒന്നൊന്നര പരിപാടിയിൽ എന്താ പറയാ, തന്റെ മാമനാണിതെന്നോ തന്റെ അനന്തരവളാണിതെന്നോ രണ്ടാളും ഒരു നിമിഷത്തേക്ക് മനഃപൂർവ്വം മറന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാണും പെണ്ണും മാത്രം, അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്ന കമിതാക്കൾ, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും. അതുമാത്രമായിരുന്നു അവരുടെ മനസ്സിൽ. ഒടുവിലെല്ലാം കഴിഞ്ഞ് ആകെ കിതച്ച് മാമയോട് ഒട്ടിക്കിടക്കുമ്പോൾ സ്വർഗം നേടിയെടുത്ത സുഖമായിരുന്നു നമ്മുടെ ശ്രീകുട്ടിക്ക്. മോൾക്ക് ഇഷ്ടായോ? പിന്നില്ലാതെ അച്ഛമാമയ്ക്ക് ഇഷ്ടായോ? കുസൃതിയോടെയുള്ള അവളുടെ ചോദ്യം കേട്ടപ്പോൾ അയാൾക്ക് വീണ്ടും വീണ്ടും അവളിലേക്ക് അമരാൻ തോന്നി. അവളാണെങ്കിൽ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് പോലെ. ഒരിക്കൽ കൂടി അവളെ സ്വന്തമാക്കിയാണ് അച്ചുമാമ ആ ആഗ്രഹമൊന്ന് അടക്കിയത്. ഇടയ്ക്കിടയ്ക്ക് മാമ ബാംഗ്ലൂരേക്ക് വരാമോ? അല്ലെങ്കിൽ ഞാനിനി അവിടെ നിന്ന് താമസം ഇങ്ങോട്ട് മാറ്റാം. അവിടെ ജീവിതം അത്ര സേഫ് അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ നിന്നാൽ മതിയെന്നേ. ഇനി എന്തിനും ഏതിനും എനിക്കെൻ്റെ മാമയുണ്ടല്ലോ. അവൾ അയാളെ ഒട്ടുനേരം കെട്ടിപ്പിടിച്ച് മുകർന്നു കിടന്നു. അവളുടെ ആ സന്തോഷം തന്നെയായിരുന്നു അയാൾക്കും വലുത്. ഏതായാലും അവൾ ആഗ്രഹിക്കുന്നത് മനസ്സിനും ശരീരത്തിനും കൊടുക്കാൻ കഴിഞ്ഞതിൽ അയാൾക്ക് സന്തോഷം തോന്നി. ഇനി മറ്റൊരാളുടെ അടുത്തും അവൾ ചിലപ്പോൾ പോകുന്നില്ല എങ്കിൽ അത് തൻ്റെ വിജയം കൂടെയല്ലേ. തൻ്റെ മോളെ നല്ല നിലയിലെത്തിക്കാൻ ഇത് അല്പം ത്യാഗത്തിലാണ് എന്നയാൾ ചിന്തിച്ചത് കൂടിയില്ല. പിന്നെ ഈ കിളന്ത ശരീരമൊക്കെ കിട്ടാൻ ആരായാലും ഒന്ന് കൊതിക്കും. അച്ഛമാമയും ഏതോ ഒരു ദുർബല നിമിഷത്തിൽ അവളുടെ ശരീരത്തിന് വേണ്ടി ആഗ്രഹിച്ചും തുടങ്ങിയിരുന്നു. അതേതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും സാക്ഷാത്കരിച്ചു. പിന്നീട് ഒരു തുടക്കം മാത്രമായിരുന്നു കേട്ടോ. അമ്മയും മാമിയും മുത്തശ്ശനും മുത്തശ്ശിയും ഇല്ലാത്ത സമയത്ത് ആ 48കാരൻ്റെ ഓരോ കൈക്രിയകൾക്കും അവൾ ആസ്വാദനത്തോടെ നിന്നുകൊടുത്തു. തിരിച്ചവളാവട്ടെ ഇത്രയും കാലമുള്ള തൻ്റെ എക്സ്പീരിയൻസിൽ പഠിച്ചെടുത്ത എല്ലാം തിരിച്ച് മാമയ്ക്കും അങ്ങ് ചെയ്തു കൊടുത്തു. ഇവൾ കൊള്ളാലോ, മിടുക്കി തന്നെ. ഇത്രയും പെട്ടെന്ന് ഇതൊക്കെ പഠിച്ചോ? അങ്ങനെയെങ്കിൽ നിന്റെ മാമിയുടെ പ്രായത്തിലൊക്കെ നീ ആരായിരിക്കും? അവളത് അല്പം അഭിമാനത്തോടെയാണ് കേട്ട് ചിരിച്ചത്. പിന്നല്ലാതെ മാമയ്ക്ക് ഞങ്ങൾ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളെ പറ്റി വലിയ പിടിയില്ലല്ലേ. ഇടി കള്ളി, അടങ്ങി നിൽക്ക്, നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഇത് പറഞ്ഞ് അയാൾ അവളിലേക്ക് വീണ്ടും അമർന്നു. ഇങ്ങനെ ഓരോ ദിവസവും അച്ഛമാമയും ശ്രീകുട്ടിയും ഒന്നിച്ചു നിൽക്കാനും ഒന്നിച്ച് അല്പസമയം ചിലവഴിക്കാനും വീട്ടിൽ ഓരോ കള്ളങ്ങൾ പറഞ്ഞ് സമയവും സൗകര്യവും ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. അച്ഛമാമയുടെ ആ കൈപ്രയോഗവും മറ്റു പ്രയോഗങ്ങളുമൊക്കെ അവളെ വീണ്ടും വീണ്ടും അതീവ സുന്ദരിയാക്കി. തിരിച്ച് ഒരു 5 വയസ്സ് കുറഞ്ഞ പോലെയാണ് ഇപ്പോൾ മാമയ്ക്ക് തോന്നുന്നത്. എന്താന്നും അതുപോലെയല്ലേ സുഖിപ്പിച്ച് അവൾ അയാളെയും സ്വർഗം കാണിക്കുന്നത്. അച്ഛമാമയുടെയും നമ്മുടെ ഈ ശ്രീലക്ഷ്മി എന്ന ശ്രീകുട്ടിയുടെയും കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇതൊക്കെ പറഞ്ഞ് ഫുള്ളായിട്ട് ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കാട്ടോ. എല്ലാവരും ആ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായി നിങ്ങളുടെ മെർലിൻ വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.